ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എനിക്ക് ഉണ്ടായൊരനുഭവമാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുന്നത്. എല്ലാവരും മിക്കവരും പ്രത്യേകിച്ച് മലയാളികളും മീൻസ് ഇന്ത്യയിൽ എല്ലാവരും തന്നെ മിക്ക ആൾക്കാരും ഇപ്പോൾ ഇഡ്ഡലി ദോശയും കഴിക്കാത്ത ആരുമില്ലല്ലോ. വിദേശങ്ങളിൽ പോലും ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും കൂടുതലായി എല്ലാ റെസ്റ്റോറൻറ്റിലും വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇഡ്ഡലിയോ ദോശയോ. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഞാൻ ഇഡ്ഡലി മാവ് വീട്ടിൽ തന്നെ അരച്ചുണ്ടാക്കുവാണ് പതിവ്. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് അരിയും ഉഴുന്നും കുതിർത്ത് വെച്ചു, പിന്നെ അത് അരച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശയോ എന്താ ഉണ്ടാക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് ഇഡ്ഡലിയുടെ ബാറ്റർ വാങ്ങി. ഇഡ്ഡലി ദോശ സെയിം ആണല്ലോ, അപ്പോൾ അതിൻ്റെ ബാറ്റർ വാങ്ങിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം എന്ന് വെച്ചാൽ, ഞാനിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഇഡ്ഡലി തട്ടാണ്, ഇപ്പോഴും പുതിയ പോലെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഇല്ലാത്തൊരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വാങ്ങിച്ച ബാറ്ററിൽ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ അത് ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം തണുത്ത് മാറ്റിയതിന് ശേഷം ഈ തട്ടിൽ എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെയിന് മാതിരി ഇത് പോന്നേയില്ല. കറുപ്പ് കളറിൽ കണ്ടില്ലേ, കാണാൻ പറ്റും തോന്നുന്നുണ്ട്. പക്ഷെ ഇതെന്താ അവർ ചേർത്തിരിക്കുന്ന കെമിക്കൽ ഇതിലെന്നുള്ള നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ എന്താ പറയുക, ഇതുമാതിരി വെട്ടിത്തിളങ്ങുമായിരുന്നു ഉള്ളിലും. പക്ഷെ ഇതിപ്പോൾ കറുത്തുകൊണ്ടിരിക്കുക. രണ്ട് സൈഡിലും തട്ടിലൊക്കെ ഉള്ളിലിതാ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും നമ്മൾ വീട്ടിലെപ്പോഴും ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഏത് ബ്രാൻഡാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതെനിക്കുണ്ടായൊരു അനുഭവം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുക. കഴിയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഇഡ്ഡലി മാവോ ദോശമാവോ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ബെറ്റർ. ഇത് എല്ലാവരെയും ആർക്കെങ്കിലും ഇതുമാതിരി അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലെന്ത് കെമിക്കലാണ് അവർ ചേർക്കുന്നുള്ളത് അറിയില്ല. എന്താ വെച്ചാൽ തട്ടിങ്ങനെ ബ്ലാക്ക് കളറിലാവണമെങ്കിൽ ഇതിലൊക്കെ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടാവുമായിരിക്കും. കാരണം നമ്മൾ ഉണ്ടാക്കുമ്പോഴിങ്ങനത്തെ ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കണ്ടില്ലേ, ഇതായിരുന്നു ഉള്ളിലും ഇതുമാതിരി തന്നെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മാത്രം. ഇപ്പോൾ ആകെ കണ്ടില്ലേ. അപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തു, അത്ര തന്നെ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.